ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പലത്തിലെ ചോറുണ്ണാം, അമ്പലത്തിലെ പടച്ചോറുണ്ണാം. അതുപോലെ വൈകുന്നേരം അന്നും ശിവരാത്രിയുടെ അന്നും ഒരിക്കലായിട്ട് തന്നെ കൊണ്ടുപോകും. അരിയാഹാരങ്ങളൊന്നും കഴിക്കേണ്ട. പിറ്റേ ദിവസം ബലി ഇടുന്ന ആൾക്കാരൊക്കെ ആ ബലി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരിക്കലാദികളൊക്കെ എടുക്കുന്നത് നല്ലതാണ്. അന്നത്തെ ദിവസം രാവിലെയും വൈകുന്നേരവും ശിവക്ഷേത്രത്തിൽ പോകുക എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്യുക. അന്ന് രാവിലെയും വൈകുന്നേരവും ശിവക്ഷേത്രത്തിൽ പോകണം. മഹാദേവനെ അന്ന് പോയി അവിടെ തൊഴുതിരിക്കണം. കാരണം എന്താ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നേരം അന്ന് മഹാദേവനെ തൊഴുക. വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ധൃതിയൊന്നുമില്ലെങ്കിൽ 1 2 മണിക്കൂർ ആ ഭഗവാന്റെ സവിധത്തിലിരുന്ന നാമജപാദികളിൽ പങ്കെടുക്കുക. കൂട്ടമായിട്ട് നാമം ജപിക്കാം, എല്ലാവരും കൂടെ നാമം ജപിക്കാം, ഒറ്റയ്ക്കിരുന്ന് നാമം ജപിക്കാം. ഒരു ശ്രദ്ധ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ആ കൈലാസനാഥനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നാമജപം ചെയ്യുക. എത്ര ജപിക്കാവോ. അന്ന് പാർവതീദേവി പോലും അന്ന് രാത്രി മുഴുവൻ നാമജപത്തിലായിരുന്നു. നമുക്ക്